Lizbee kitchenlekku ellarkum swagam. Christmas special aayittu namukkoru variety aayittulla oru item parishalo. Oru karimeen mappas aanu nammal innu undakkan povunnathu. MATHSYA fisheries innu namukku karimeen ettichittundu. 1 kg karimeen aanu adu vechittanu nammal mappas undakkunnathu. Appo ee mappas nokku parnnu kayna nammal munpu undakittundu. Adu nammade Lizbee kitchen style il oru fish mappas oru 2 varsham munpaanu. That's spicy ആയിട്ടുള്ള മപ്പാസാണ്. അത് പറഞ്ഞു ആക്കരുതല്ലോ എന്ന് വെച്ചാൽ ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു ടേസ്റ്റിൽ ഞാൻ എന്റേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്തതാണ്. ഈ ഫിഷ് മപ്പാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഫിഷ് സ്റ്റൂ ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഫിഷ് മോളിയിലേക്ക് ഒരു അളിയനായിട്ട് വരും. എന്ന് വെച്ചാൽ അതിന്റെ ഇൻഗ്രീഡിയൻസിൽ, അതായത് മസാല കൂട്ടുകളിൽ ചെറിയ വ്യത്യാസമുണ്ട്, ചെറിയ ഫ്ലേവറിനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റും ആണ് ഇത്. ഇടിയപ്പത്തിന്റെ കൂടെ അതുപോലെ പാലപ്പം, ചോറ് ഒക്കെ തന്നെ കൂടി നല്ല ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണ്. എന്നാൽ ഒരുപാട് സ്പൈസസും അതിലുണ്ടാകും. അപ്പൊ ഇത് ഈ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരിമീൻ വെച്ചിട്ട് ഉണ്ടാക്കാം, പിലോപ്പി മീൻ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ ആവോലി മീനില്ലേ, അതും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ മത്സ്യ ഫിഷറീസിന്റെ കാര്യം പറയാം. മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൃശ്ശൂരിലെ സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരും. പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നും അവർ ഈടാക്കുന്നില്ല. മത്സ്യ ഫിഷറീസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നല്ല മിതമായിട്ടുള്ള വിലക്കാണ് ഫിഷൊക്കെ എല്ലാവർക്കും അവര് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതേപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതിരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫിഷ് റെസിപ്പീസ് ഒരുപാടുണ്ട്, അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം. ഫിഷ് റെസിപ്പീസ് മാത്രമല്ല, മറ്റു റെസിപ്പീസും സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള കുറെ റെസിപ്പീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കാണാം. നമ്മുടെ പേജസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ കരിമീൻ ഇതാണ്. കരിമീൻ ഞാൻ നന്നായിട്ട് കഴുകി, 1 കിലോ കരിമീനാണ് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ചെറുനാരങ്ങ നീരും ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും കൂടി നമുക്ക് കഴുകിയെടുക്കാം. ഫിഷ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സോൾട്ട് വേണം, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ പൗഡർ. അളവുകൾ ഞാൻ പിന്നീട് പറയാം. പിന്നെ നമുക്ക് വേണ്ടത് സവാള, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരകല്ലേ, പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടത്. പിന്നെ ഒരു 3-4 കറിയാമ്പു, ഒരു 3 ഏലക്കായ, കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, അത് ഓപ്ഷണൽ ആണ്, അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്കൊരു തക്കാളി വേണം, കുറച്ച് കാഷ്യൂനട്ട് വേണം. ഇപ്പൊ ഞാനിവിടെ കാഷ്യൂനട്ട് എടുത്തേക്കണത് ഒരു 1.5 ടീസ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ആണ്. അത് നുറുക്കിയിട്ടുള്ളതാണ്. അല്ലാത്ത കാഷ്യൂനട്ട് ആണെങ്കിൽ നിങ്ങൾ ഒരു 10 തൊട്ട് 12 വരെ കാഷ്യൂനട്ട് എടുക്കുക. അത് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു മീഡിയം സൈസുള്ള നാളികേരത്തിന്റെ 2-ാം പാല് എടുത്തു വെച്ചിട്ടുണ്ട്. 2-ാം പാല് ഞാൻ ഒരു 2.5 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. 1-ാം പാല് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 1/2 കപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും കുറച്ച് ടൊമാറ്റോ ഞാൻ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ വിനീഗർ ആണ് ഇത് കേട്ടോ. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഫിഷ് ഞാൻ ഒന്നുകൂടി കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വരാം കേട്ടോ. നമ്മള് മീൻ കഴുകി കൊണ്ടിട്ടുണ്ട്. നമ്മൾ മീൻ ഇതുപോലെ ഇങ്ങനെ ഗ്യാഷസ് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാത്തിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ആണ് കേട്ടോ നമ്മൾ ഇടുന്നത്. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 3/4 ടീസ്പൂൺ. ഇനി ഇതൊന്ന് നന്നായിട്ട് മീനുമ്മ ഒന്ന് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കണം. നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഞാൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പറയും, ഈ സ്ലിറ്റ് ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ നമ്മള് മസാല ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മീനിന്റെ ഉള്ളിലൊക്കെ ഇങ്ങോട്ട് കേറും ട്ടോ.
പിന്നെ അത് മാത്രല്ല, നമുക്ക് നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പും ഇതൊക്കെ നമ്മൾ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് അങ്ങനെ കുറച്ചു നേരം വെക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്ക് ലൈറ്റ് ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമുക്ക് ഫിഷ് ഒന്ന് ലൈറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഈ ഒരു ഫ്രൈ ചെയ്യണേല് ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു ടേസ്റ്റ് ആണ് ഈ കറി ഉണ്ടാക്കുമ്പോ. അപ്പൊ നമ്മുടെ പാനില് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മീന് ഒന്ന് ലൈറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഒരിക്കലും ബ്രൗൺ കളർ ആവരുത്. അതായത് ആ ലൈറ്റ് ആയിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതായത് ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് മാത്രം ഒരു ഫ്രൈ. നമുക്ക് ഫിഷ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇത് 2 സൈഡും ലൈറ്റ് ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ബാക്കി എല്ലാ ഫിഷും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മള് ഒരു മൺചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മുടെ മപ്പാസ്. അപ്പൊ അത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയില് നമ്മള് ഈ നട്ട്സ്, കാഷ്യൂ നട്ട്സ് കുതിർത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളത്തിൽ. ഇതൊന്ന് നമുക്ക് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഞാൻ അരച്ചിട്ട് വരാം. ഇപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഈ എണ്ണ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തത് ബാക്കിയുണ്ടെങ്കിൽ ആ എണ്ണ ഒഴിച്ചാലും മതി കേട്ടോ. നമ്മുടെ കയ്യിൽ തീരെ ഇല്ല, നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തത്. അപ്പൊ ഇതൊന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ചൂടായാൽ മതി. നമുക്ക് നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു സവാളയാണ് കേട്ടോ എടുത്ത് വെച്ചേക്കണം. നമ്മള് നൈസായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ ചെറിയ ഉള്ളി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 10 എണ്ണമാണ് കേട്ടോ. അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 8 വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ ചെറുതായി അരിഞ്ഞിട്ടിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇത്തിരി എരിവ് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊരു 7 പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റാം. ഇതിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവരുത്. ഒന്ന് ട്രാൻസ്ലൂസന്റ് ആയിട്ട് വരണം എന്നുള്ള ഒന്ന് നന്നായിട്ട് ഒന്ന് വഴന്നു വരാം. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ സവാളേരി പച്ചമുളകിന്റെയും ആ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടതിന്റെ ആ പച്ച കുത്തൊന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇടണം. നമുക്കൊരു 1/2 ടീസ്പൂൺ, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത് ഓപ്ഷണലാണ്. 1/2 ടീസ്പൂൺ. അപ്പൊ എന്ന് വെച്ചാൽ ചെറിയൊരു കളർ ഒന്ന് മാറും. മഞ്ഞ കളറിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും നമ്മുടെ കറിക്ക്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതിട്ടിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈ കാഷ്യൂ
നമ്മൾ അരച്ച ആ പേസ്റ്റ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കണം കേട്ടോ. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ടൊമാറ്റോ ആണ്. ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കുക്കാവണം കേട്ടോ. നമ്മൾ 2ാം പാൽ എടുത്തു വെച്ചേന്ന് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് ഈ ചട്ടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പൊ ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് കുക്കാവണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കാം. അപ്പൊ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മള് തിന്നായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഇല്ലേ, അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് വരണം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഗ്രേവി ഒക്കെ അസലായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നേർപ്പിച്ച വിനീഗർ 1 ടീസ്പൂൺ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഗ്രേവിയിൽ ആവശ്യത്തിനുള്ള സോൾട്ട് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച കരിമീൻ പതുക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മള് ഈ ചട്ടി ഒന്ന് പിടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ ചാറൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഫിഷിന്റെ മേലേക്കൊക്കെ ഒന്ന് ആവണ പോലെ പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. ജസ്റ്റ് തിളയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഓൾറെഡി വെന്തതാണ്. അപ്പൊ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ, കുക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നല്ല തിളച്ച് നല്ല പാകമായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഉള്ളത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഈ ടൊമാറ്റോ ഇതിലൊന്ന് വെച്ചു കൊടുക്കണം നമ്മള്. നല്ലൊരു ഫ്ലേവർ ആണ് ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ. രണ്ട് തണ്ട് കറിവേപ്പില. ഇനി നമ്മള് 1ാം പാൽ എടുത്തു വെച്ചത് നമ്മൾ ഇതിന്റെ മീതെ എങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ ഒന്ന് ചുറ്റിച്ച പോലെ നമ്മൾ പതുക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ പ്രിപ്പറേഷൻ. ഇനി നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് വെച്ച് നമ്മള് മൂടി കൊണ്ട് നമ്മൾ വീണ്ടും അടച്ചു വെക്കണം ഒരു 10 മിനിറ്റ്. ആ 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാൻ. അപ്പോഴായിരിക്കും അതിന്റെ നല്ല എല്ലാ ഫ്ലേവറും അതിലേക്ക് ഇറങ്ങും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഈ ഒരു ഡിഷ് ആവാന്ന് തോന്നുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സാധാരണ രീതിയിലാണ് ഫിഷ് കറി ഉണ്ടാക്കുക. നമ്മൾ മറ്റ് പല ഡിഷുകൾ ഉണ്ടാവുമ്പോ ഇങ്ങനെ ക്രിസ്മസിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.